ചാനലിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഷൂസ് ഗാലറി. ഇത് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തംബ്നെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് കുക്കാകണ്ട, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് കുക്കാകും. അതിനുശേഷം നമ്മൾ മസാല വഴറ്റുമ്പോൾ ഹാഫ് കുക്ക് ചെയ്യുക. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒരു പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ എല്ലാ ചിക്കനും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കത് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതായിട്ട് ഞാൻ മറിച്ചിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ മുന്നേ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ ആ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ആ എണ്ണയിൽ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ആയതുകൊണ്ട് 5 സവാള എടുത്തത്. സവാളേൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 4-5 ആക്കാം നമുക്ക്. അപ്പോൾ ഈ 5 സവാള കൂടാണ്ട് ഞാൻ വേറൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് അതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തം 6 സവാളയാണ് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണ് ചതച്ചെടുത്തതാണ്. പേസ്റ്റിനെക്കാട്ടും ടേസ്റ്റ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചതച്ചിടുന്നതാണ്. പച്ചമുളക് നമ്മൾ എടുക്കുമ്പോൾ ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള പച്ചമുളക് തന്നെ എടുക്കണം. കാരണം നമ്മൾ മുളക് പൊടി ഇനി മസാലയ്ക്ക് ആഡ് ചെയ്യുന്നില്ല. മുന്നേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഞാനിവിടെ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു 5 പച്ചമുളക് വരെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ചില പച്ചമുളകിനൊക്കെ എരിവ് നല്ലതായിട്ടുണ്ടാകും, ചിലതിന് എരിവ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഞാനിവിടെ വീട്ടിൽ പൊടിച്ച മസാല തന്നെയാണ്. അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 3 വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത റെഡ് കളറിലെ തക്കാളി നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൊക്കെ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ തക്കാളിയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ആ മസാലയിൽ അങ്ങ് ചേരണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇടാം. ആദ്യം സവാള ഇടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മുടെ ഉപ്പ് പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. അതിനുശേഷം നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം.
ഫ്രൈ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കുക. ഞാനിപ്പോൾ കൂടുതലും ചെയ്യുമ്പോൾ തലേന്ന് തന്നെ ഞാൻ മസാല തേച്ചിട്ട് വെക്കും. അപ്പോൾ ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ അത്ര പണി ഉണ്ടാവില്ല. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മൂടി വെച്ച് മൂടിയിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇടയ്ക്ക് ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂണ് നാരങ്ങേൻ്റെ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പുളിക്ക് തൈരും തക്കാളിയും നാരങ്ങ നീരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൈരിന് എൻ്റെ പുളി കുറവാണ്. അപ്പോൾ നിങ്ങൾ തൈര് ആഡ് ചെയ്യുമ്പോൾ ഇത് പുളി അപ്പോൾ നമ്മുടെ ബിരിയാണിൻ്റെ മസാലയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അപ്പോൾ ബിരിയാണിൻ്റെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സവാള കനം കുറച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ആ സവാള നമുക്ക് ഫ്രൈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും എടുത്ത് മാറ്റുന്നത്. നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ആ പാത്രത്തിൽ ഒന്നിങ്ങനെ സ്പ്രെഡായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അവിടെ എന്നിട്ട് ബാക്കി ആ നെയ്യിൽ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഹോൾ സ്പൈസസൊക്കെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം പട്ട, ഒരു പകുതി ബേ ലീഫ്, ഒരു 6 ഗ്രാമ്പു, 6 ഏലക്ക, പിന്നെ ഇത് തക്കോലാണ്. തക്കോലം ഫ്ലവർ പോലെ ഒന്നല്ല ഉണ്ടാവില്ല, അതിൻ്റെ 2 ഇതൾ മാത്രമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാര്യം ഓപ്ഷണലാണ്. ക്യാരറ്റ് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ആ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് റൈസിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ മിക്കപ്പോഴും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ക്യാരറ്റ് ഇടാറുണ്ട്. ചില ടൈമിൽ നെയ്യിൽ വഴറ്റിയിടും, ഇല്ലെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ചോറ് വേകുന്ന ടൈമിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചതാണ്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ റൈസ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തത് എങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യം ഇട്ട് ടൈമിൽ ഇളക്കുന്ന ടൈമിലും കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇളക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട് കൊണ്ട് മനസ്സിലാവും റൈസ് ഫ്രൈ ആയോ ഇല്ലേന്ന്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് റൈസ് ആണെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 6 ഗ്ലാസ് ആണെങ്കിൽ ഞാൻ നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ സെയിം അതേ അളവിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ ബിരിയാണി ആകുമ്പോൾ നമ്മൾ ദം ഇടുന്നതുകൊണ്ട് നമുക്ക് ഞാനൊരു 6 ഗ്ലാസ് ഫുള്ളായിട്ട് ഇടില്ല, കുറച്ച് കുറവിലേ ഇടുള്ളൂ. അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ
വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഞാൻ കെറ്റലിലൊരു ഇതിപ്പോൾ 5 ഗ്ലാസ് വെള്ളം ഈ കെറ്റലിൻ്റെ കണക്കാണ്. അപ്പോൾ അത് നല്ലോണം ബോയിൽ ചെയ്യാൻ വെച്ചതാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിരിയാണി നമ്മൾ ദമ്മിടുന്ന സമയത്തും കൂടെ കുറച്ച് വേഗം, അതുകൊണ്ട് ഞാനിതാ ഈ ഗ്ലാസ്സിന് എത്ര അളവിൽ കുറവിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് തികച്ചും ഉണ്ടാകില്ല. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് റൈസേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബിരിയാണീൻ്റെ എസെൻസ് ആണ്. അത് 1 or 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബിരിയാണീൻ്റെ എസെൻസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആണ്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് റൈസ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇടയ്ക്കൊന്ന് റൈസേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ മാറ്റി വയ്ക്കുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മൾ മൂടി ചെയ്യുമ്പോൾ ചോറ് പിന്നെയും വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചോറ് ദമ്മൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണ് റോസ് വാട്ടറാണ്. ആ റോസ് വാട്ടറിൻ്റെ ഉള്ളിൽ യെല്ലോ ഫുഡ് കളർ 2 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ വീഡിയോക്ക് കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലിൻ്റെ ഉള്ളിൽ മഞ്ഞൾപ്പൊടി ഇതേപോലെ കലക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബിരിയാണി ദമ്മിടാനുള്ള പാത്രമാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചട്ടി ചൂടാക്കിയിട്ട് എടുത്തു. അതിനുശേഷം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ചിക്കൻ്റെ മസാലയ്ക്കെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾ ആദ്യം ബിരിയാണി കൊടുക്കുന്ന ടൈമിൽ അവരുടെ ചിക്കൻ്റെ കാലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കൈ പിടിക്കുന്ന ഭാഗത്ത് 2 ചിക്കൻ കാലും എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ മിക്സ് ആകുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറുതായിരുന്ന സമയത്ത് ചിക്കൻ്റെ കാല് എനിക്കാണ് കിട്ടാറ്. അത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ ഏത് പീസ് കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെറുതിലെ ആർക്കെങ്കിലും ഇങ്ങനെ ചിക്കൻ്റെ കാല് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കാഷ്നട്ടും കിസ്മിസും പിന്നെ മല്ലി പുതിനയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനെ കൂടെ ഒരു നുള്ള് ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ലെയറായിട്ട് ആ ബിരിയാണീൻ്റെ റൈസ് തീരുന്ന വരെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി വന്ന മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്നട്ടും കിസ്മിസും ഓണിയൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റോസ് വാട്ടറിൽ കലക്കി വെച്ചിരിക്കുന്ന ആ കളറൊന്ന് അവിടെ ഇവിടേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാല ഓണിയനൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ മേലെ ആയിപ്പോയി. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഒന്ന് തന്നെയാണ്. കാരണം ഇനി റൈസ് അതിൻ്റെ മേലെ ഇടുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ പോകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ റൈസും കൂടെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഓണിയൻ ഫ്രൈ ചെയ്തതും പിന്നെ മല്ലി പുതിനയൊക്കെ അല്ലേ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ മേലെ ആ റോസ് വാട്ടർ കലക്കി വെച്ചതും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ഓരോരോ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരാനാണ്. അതിനുശേഷം ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ മറ്റേ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാനിവിടെ അതിൻ്റെ മേലെ വെക്കുന്നത്. നേരെ ഞാൻ ബിരിയാണി ചെമ്പ് ഡയറക്റ്റ് സ്റ്റൗവിലേക്കല്ല വെക്കുന്നത്. ഇതേപോലെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബിരിയാണി ചെമ്പ് ഇതിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കുക ചെയ്തത്.
അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള സലാഡൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, സവാളയൊക്കെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തൈര് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തൈര് മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുഞ്ഞാറ്റ് പറഞ്ഞു ഞാൻ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട്. പാവം ഉമ്മ കുറേ നേരമായില്ലേ ബിരിയാണിക്ക് ഉണ്ടാക്കി കഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തൈര് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. തൈര് കുറച്ച് കട്ടായതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കുറച്ച് ലൂസാക്കാൻ. ഞങ്ങളുടെ എറണാകുളത്തേക്ക് ഇതിന് പറയുന്നത് സള്ളാസ്, കച്ചമ്പർ എന്നൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മായിട്ട് ഞാനവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ചെമ്പ് ഓപ്പൺ ചെയ്താലോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണീൻ്റെ ചെമ്പ് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ഒരു ബിരിയാണീൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിച്ചിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, ഞാൻ പറഞ്ഞ പോലെ ആ ചിക്കൻ്റെ കാല് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കാലൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെക്കാൻ സ്ഥലമില്ല എൻ്റെ മോക്ക്. നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഷെസു. സൂപ്പർ. ബിരിയാണി രസമുണ്ടാ? യമ്മി. ഞാൻ ഫുഡ് കഴിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ബൈ ബൈ. ഞാൻ ബൈ.